ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം എന്നത്. ഒരു സമൂഹത്തിൽ കുടുംബം എന്ന ഒരു വ്യവസ്ഥയില്ലെങ്കിൽ, അത്തരമൊരു സംവിധാനമില്ലെങ്കിൽ, ആ സമൂഹം കേവലം ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടം മാത്രമാണ്. എങ്ങനെയാണ് ഒരു സമൂഹത്തിനൊരു ഘടനയുണ്ടാകുന്നത്? അത് കുടുംബമെന്ന യൂണിറ്റ് വഴിയാണ് എന്ന് സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഘടന തകർന്നാൽ, ഈ കുടുംബം ഇല്ലാതായാൽ, ഈ വ്യവസ്ഥ തകർന്നുപോയാൽ അത് ആത്യന്തികമായി നയിക്കുന്നത് സമൂഹത്തിൻ്റെ തന്നെ തകർച്ചക്കാണ് എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ എന്നത് കേവലം നമ്മുടെ വ്യക്തിപരമായ കുടുംബപരമായ പ്രശ്നങ്ങളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് അത് സമൂഹത്തിൻ്റെ തന്നെ തകർച്ചയിലേക്കാണ് നയിക്കുക എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമുക്കെല്ലാവർക്കും ധാരണയുള്ള ഒരു വിഷയമാണ്. നമുക്കറിയാം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്ന നിലക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാറുണ്ട്. തകരുന്ന ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നു, ആളുകളുമായി നമുക്ക് ബന്ധമില്ലാതായി പോകുന്നു. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ അവർ ലഹരി ഉപയോഗിക്കുന്നു, അശ്ലീലങ്ങൾ കാണുന്നു, അനുസരണയില്ലാത്ത മക്കളുണ്ടാകുന്നു. അതുപോലെ തന്നെ മുതിർന്നവരോട് ബഹുമാനമില്ലായ്മയുണ്ടാകുന്നു, അനാവശ്യ വാക്കുകളുടെ ഉപയോഗങ്ങൾ കുടുംബത്തിലുണ്ടാകുന്നു. മുഴുസമയം സ്ക്രീനിൽ തളച്ചിടപ്പെട്ട രൂപത്തിൽ കുടുംബത്തിനോ കുടുംബ ബന്ധത്തിനോ സമയം കിട്ടാത്ത അവസ്ഥയുണ്ടാകുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നാം ഓരോരുത്തരും നമ്മുടെ കുടുംബവും നമുക്ക് ചുറ്റുമുള്ള കുടുംബങ്ങളെക്കുറിച്ചും ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കുടുംബത്തിലുള്ള ഇത്തരം തെറ്റായ പ്രവണതകൾ, ഈ തിന്മകൾ, അത് എക്കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമൂഹത്തിലെ പല കുടുംബങ്ങൾക്കും പല കുടുംബ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ പുതിയ കാലത്ത് ക്രമാതീതമായി വർദ്ധിക്കുന്നതായി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമുക്ക് ചുറ്റുമുള്ള കുടുംബങ്ങളെക്കുറിച്ചും ഒന്ന് ആലോചിച്ച് നോക്കുക. കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നതായി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും ഒരു ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ, ഒരു വിവാഹമോചനം എന്ന് പറഞ്ഞാൽ അത്രമേൽ ഗൗരവത്തോടുകൂടി നമ്മൾ കണ്ടിരുന്നതെങ്കിൽ, പുതിയ കാലത്ത് വിവാഹം കഴിഞ്ഞ് അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പേ തന്നെ നിക്കാഹ് കഴിഞ്ഞ് അതിനുള്ളിൽ തന്നെ ബന്ധം പിരിയുന്ന അവസ്ഥ, വിവാഹം കഴിഞ്ഞ് 1 വർഷവും 2 വർഷവും കഴിയുമ്പോഴേക്ക് വിവാഹമോചനങ്ങൾ വ്യാപകമാകുന്ന അവസ്ഥ, ഒരിക്കലും ഒരുമിച്ച് പോകാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ബന്ധങ്ങൾ, അത് നിരന്തരമായി ക്രമാതീതമായി അതിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഗൗരവകരമായ ആലോചന ഈ ഒരു ഫാമിലി കോൺഫറൻസിൽ നമ്മൾ നടത്തുന്നത്. നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാർത്തകൾ കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണ്. പോട്ടെ, പുറത്തുനിന്നുള്ള വാർത്തകൾ പോട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾ അവർ പലപ്പോഴും ഉപയോഗിക്കുന്ന ചില വാചകങ്ങൾ, അവരുടെ ചില പ്രയോഗങ്ങൾ, അത് കേട്ടാൽ നമ്മൾ ചിലപ്പോൾ പറയും, ഇതൊക്കെ എങ്ങനെ ഇവർക്ക് കിട്ടി? ഇവൻ എങ്ങനെ ഇത് പറഞ്ഞു? എൻ്റെ മകൻ, എൻ്റെ മകൾ എങ്ങനെയാണ് ഇത്തരം ഒരു വാചകം പറയുന്നത്? ഈ ഒരു സംസാരം എൻ്റെ മക്കളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അവരെവിടുന്നു ഇങ്ങനൊന്നും കേൾക്കാൻ സാധ്യതയില്ലല്ലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ച മാറ്റം? ഇത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതുണ്ട്. മുമ്പില്ലാത്ത വിധത്തിൽ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? എന്താണ് ഈ സമൂഹത്തിൽ സംഭവിച്ച മാറ്റം? ഇത് ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഉത്തരം, മുമ്പ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ എണ്ണിപ്പറഞ്ഞ തിന്മകളെല്ലാം മുമ്പും സമൂഹത്തിലുണ്ടായിരുന്നു. ലഹരി മുമ്പും ഉണ്ടായിരുന്നു, അശ്ലീലങ്ങൾ മുമ്പും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബന്ധങ്ങൾക്കിടയിലുള്ള അഭീതങ്ങൾ അത് മുമ്പും ഉണ്ടായിരുന്നു. പക്ഷേ സംഭവിച്ച മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, മുമ്പ് തിന്മകൾ തെറ്റായിരുന്നു. മുമ്പ് ഇത്തരത്തിലുള്ള തിന്മകൾ അതൊരു തെറ്റായ ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇന്നത് അവകാശങ്ങളാണ്. ഇന്ന് അത് അവകാശങ്ങളാണ്. അതെൻ്റെ അവകാശമാണ്, എനിക്കത് ചെയ്യാൻ പറ്റും എന്ന രൂപത്തിലാണ് ആളുകൾ ആ തിന്മകളെ കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ച മാറ്റം. മുമ്പ് സദാചാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നല്ല നടപ്പ് എന്നായിരുന്നു.
എല്ലാവരും സദാചാരത്തോടുകൂടി നല്ല രീതിയിൽ ജീവിക്കണമെന്നായിരുന്നു പൊതുവിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് സദാചാരം എന്ന് പറയുന്നത് തന്നെ ഒരു അശ്ലീലമാണ്, ഒരു ഔട്ട്ഡേറ്റഡ് ആയ ഒരു കാര്യമാണ്. സദാചാരം, ധാർമ്മികത, നന്മ ഇതൊക്കെ പറയുന്നത് ഒരു മോശം കാര്യമായി, ഒരു കാലത്തിന് യോജിക്കാത്ത ഒരു വാക്കുകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഇതൊക്കെ വെറുതെ പറയാണ്. തിന്മ എപ്പോഴും തിന്മ തന്നെയല്ലേ? സമൂഹത്തെ തകർക്കുന്ന തിന്മകൾ അതെല്ലാവരും തിന്മകളായി തന്നെയല്ലേ മനസ്സിലാക്കുന്നത് എന്നൊരു പക്ഷേ ഇത്തരമൊരു GCCയിലുള്ള വളരെ നല്ല ഒരു സാഹചര്യത്തിലൂടെ ജീവിച്ചു പോകുന്ന നമ്മൾ ഒരു പക്ഷേ അത്തരത്തിൽ ചിന്തിച്ചേക്കാം. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പരിമിതമായ ഈ സർക്കിളുകളിൽ നിന്നും പുറത്തു പോയിക്കൊണ്ട് നമ്മുടെ മക്കൾ പഠിക്കുന്ന ക്യാമ്പസുകളുടെ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഇവിടെയുള്ള യുവാക്കളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക, ഈ പറഞ്ഞ നേരത്തെ എണ്ണിയിട്ടുള്ള ആ തിന്മകൾ അത് തിന്മ തന്നെയാണോ? അതിനെ നമ്മൾ എതിർക്കേണ്ടതുണ്ടോ? അതിനെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ടോ എന്ന് നമ്മളൊന്ന് ചോദിച്ചു നോക്കുക. എന്താണ് പുതിയ തലമുറയുടെ ഇന്നത്തെ ക്യാമ്പസിന്റെ ഉത്തരം എന്താണ്? ഇത് ഞാൻ വെറുതെ ആരോപണം പറയുകയോ അല്ലെങ്കിൽ അതിശയോക്തി കലർത്തി പറയുകയോ ചെയ്യേണ്ടതില്ല എന്നതുകൊണ്ട് ചില രംഗങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വേറൊന്നുമല്ല, നമ്മൾ നടത്തിയതുമല്ല. ഇവിടെയുള്ള ചില യൂട്യൂബ് ചാനലുകളും ചില ചാനലുകളൊക്കെ കേരളത്തിൻ്റെ തെരുവോരങ്ങളിലേക്ക് പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ചില ചോദ്യങ്ങൾ കേരളത്തിലുള്ള യുവാക്കളോട് ചോദിച്ചു. അതിലുള്ള ഒന്നാമത്തെ ചോദ്യം, വിവാഹത്തിനപ്പുറത്തുള്ള ബന്ധങ്ങൾ എന്ന് വെച്ചാൽ അവിഹിത ബന്ധങ്ങൾ അത് തെറ്റാണോ എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വാചകം നിങ്ങൾ ആലോചിക്കണം. മുമ്പ് തിന്മകൾ തെറ്റായിരുന്നു, ഇപ്പം അത് അവകാശമായിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇപ്പോൾ ഈ രംഗം കാണുന്നതിന് മുമ്പ് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. അവിഹിത ബന്ധങ്ങൾ, നമ്മൾ വിവാഹം കഴിച്ചിട്ടോ കഴിക്കാതെയൊക്കെ അവിഹിതമായ ബന്ധങ്ങൾ ശരിയോ തെറ്റോ? നമുക്ക് പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല. പക്ഷേ എങ്ങനെയാണ് പുതിയ തലമുറ ചിന്തിക്കുന്നത് അത് നിങ്ങൾ കേട്ടോളൂ. അത് ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ, ഓരോരുത്തരുടെ ഫീലിങ്സും അതുപോലെ ഇമോഷൻസും അല്ല. അപ്പം അത് നമ്മൾ കൈയെടുത്തേണ്ട ആവശ്യമില്ല. തെറ്റാണ് എന്ന് തോന്നുന്നു. ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം അത് ഓരോരുത്തരുടെ ക്യാരക്ടർ, ഓരോരുത്തരുടെ ഫീലിങ്സ് അനുസരിച്ചുള്ള കാര്യം. അതിലിപ്പം വേറൊരാൾ ഇടപെടുക എന്ന് വെച്ചാൽ അത് വേറൊരു വിഷയമായി തരും. അതല്ല, അവരവരുടെ റൈറ്റ്സ് ആണല്ലോ. പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ അത്. അതിൽ ഇപ്പോൾ ചിലർക്ക് അങ്ങനത്തെ മൈൻഡുള്ളവരായിരിക്കാം. തെറ്റ് ശരി അങ്ങനെ എന്തെങ്കിലും ഇല്ല. കല്യാണത്തിന് ശേഷം അത്തരത്തിലുള്ള ബന്ധങ്ങൾ പുലർത്തേനേന് എന്താ പറ്റിയ അഭിപ്രായം? വലിയ അഭിപ്രായമല്ല, എന്നാലും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. പക്ഷെ ഓരോരുത്തരുടെ കംഫർട്ട് ആണല്ലോ. ചിലപ്പോൾ നമുക്ക് ആ ഒരു പാർട്ണറിൽ നിന്ന് വിചാരിച്ചതിൽ കംഫർട്ട് കിട്ടണമെന്നില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ പോകുന്നുണ്ട്. ബട്ട് നമ്മുടെ ഒരു പൊതുവേ ഒരു ധാരണ വെച്ചിട്ട് അത് ലൈക്ക് നമുക്ക് തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പേഴ്സണൽ ഒപ്പീനിയൻ, ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് കംഫർട്ട്, ബെറ്റർ വേറൊരാളെ ചൂസ് ചെയ്യുക. ബട്ട് അത് ഡിവോഴ്സ് ചെയ്തതിന് ശേഷം വേറൊരാളെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടമല്ലേ, എനിക്ക് താല്പര്യമില്ല. ഓരോ ആൾക്കാരുടെ ചോയ്സ്. അപ്പോൾ വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ, അവിഹിതങ്ങൾ അത് തെറ്റാണോ എന്നുള്ള ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം എന്താ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ, അതിൽ നമ്മൾ ഇടപെടാൻ പാടില്ലല്ലോ. പോട്ടെ, അവിഹിത ബന്ധങ്ങളാണത്. ഇനി വിവാഹത്തിന് മുമ്പ് പ്രസവിച്ചാലോ? വിവാഹത്തിന് മുമ്പുള്ള പ്രസവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് നമ്മുടെ സമൂഹത്തിനുള്ള ഉത്തരം? അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ചോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫീമെയിലിന് തീരുമാനിക്കാം അവരുടെ ബോഡി, അവരുടെ മൈൻഡ്. സോ അതിന് മറ്റുള്ള ആൾക്കാരുടെ കൺസേണും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കല്യാണത്തിന് മുമ്പാണെങ്കിൽ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ അത് നോർമലായി തുടങ്ങി. പക്ഷെ കേരളത്തിലൊരു ചിന്താഗതി വെച്ചിട്ടാണ് ഇപ്പോഴും അങ്ങനെയൊന്നും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഇത് സൊസൈറ്റി അത്രത്തോളം വളർന്നിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ അതൊക്കെ ഒരു ടീനേജ് കഴിഞ്ഞപ്പോൾ 18 വയസ്സിന് ശേഷമാണെങ്കിൽ അതൊക്കെ അയാളുടെ ചോയ്സാണ്. എങ്ങനെയാണ് വേണ്ടത്, അല്ലെ ഇപ്പം മാരേജ് കഴിഞ്ഞിട്ടാണോ സെക്ഷൽ റിലേഷൻഷിപ്പ് വേണ്ടത്, അല്ലെങ്കിൽ അതിന് മുന്നേ വേണോ എന്നുള്ളതൊക്കെ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെർസ്പെക്റ്റീവ് മാത്രമാണ്. പ്രഗ്നൻ്റ് ആവാൻ വിവാഹം കഴിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ അത് അവരുടെ ബേസിക് അവരുടെ പേഴ്സണൽ താല്പര്യമാണ്. അപ്പോൾ വിവാഹത്തിന് മുമ്പുള്ള പ്രസവം അതും ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ്. നമ്മുടെ സമൂഹം അത് അംഗീകരിക്കാൻ മാത്രം വളർന്നിട്ടില്ല എന്നാണ്. സമൂഹം വളരാത്തതിൻ്റെ പ്രശ്നം, അല്ലാതെ ഇവരുടെ ചിന്താഗതിയുടെ പ്രശ്നമൊന്നുമല്ല, സമൂഹം വളരാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ വിവാഹത്തിന് മുമ്പുള്ള പ്രസവം അത് കുഴപ്പമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്.
വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനിയോ ഇത് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം, ഇനി ആണും ആണും തമ്മിലോ പെണ്ണും പെണ്ണും തമ്മിലുള്ള സ്വവർഗ വിവാഹങ്ങളോ, അതിനെക്കുറിച്ച് ചോദിച്ചാലോ എന്താ ഉത്തരം? അതേ ഉത്തരം തന്നെയാണ്. അതൊരിക്കലും നശിപ്പിക്കത്തില്ല. അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളല്ലേ, അവർക്കും ജീവിക്കണ്ടേ, അവരുടെ ലൈഫാണ്, അവർക്ക് എൻജോയ് ചെയ്യണം. അവരും ജനിച്ചില്ലേ, അവരുടെ ഓരോ ക്യാരക്ടർ അവർക്ക് അങ്ങനെയാണ് തോന്നുന്നെങ്കിൽ ഇറ്റ്സ് ഓഫ് കോഴ്സ് ഫൈൻ, അവരുടെ ലൈഫ്. അത് നാടിനെയും നാട്ടുകാരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, കുഴപ്പമില്ല. അത് അവരുടെ ഇഷ്ടമല്ലേ, എന്ത് ചെയ്യണം, എങ്ങനെ നടക്കണം, ആരെ കല്യാണം കഴിക്കണം, കല്യാണം കഴിക്കണ്ട എന്നുള്ള അവരുടെ ഇഷ്ടമല്ലേ, അത് നമ്മൾ ചോദ്യം ചെയ്യണ്ടല്ലോ. ഒരിക്കലും ഇല്ല. അത് അവരുടേതായിട്ട് ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളുണ്ടല്ലോ. അത് അവരുടെ ഇഷ്ടമാണ്. സോ അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. ഇപ്പം നമ്മുടെ നമ്മുടെ പേഴ്സണാലിറ്റിനെ നമ്മൾ അറിയുമ്പോൾ അപ്പം നമുക്ക് ഏതാ ഇഷ്ടമുള്ള ഇതിൽ നമ്മൾ തിരിയുന്നു. അത് അവരുടെ അഭിപ്രായവും അവരുടെ താല്പര്യവും. സംസ്കാരമായിട്ട് വല്ല ബന്ധമുണ്ടോ? അത് സംസ്കാരമായിട്ടും ബന്ധപ്പെടേണ്ടതായിട്ട് തോന്നിയിട്ടില്ല. അത് സംസ്കാരം എന്ന് പറയുന്നത് അതിപ്പോൾ നമ്മുടെ ഇഷ്ടമല്ലേ, അതിന് സംസ്കാരമായിട്ട് ബന്ധപ്പെടേണ്ടതായിട്ട് തോന്നിയിട്ടില്ല. ലവ് ഈസ് ഓൾവേസ് ലവ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ സംസ്കാരം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിലെല്ലാത്തിലും ഇപ്പോൾ 3 എണ്ണമാണ് ഒരു ഉദാഹരണം എന്നുള്ള ആൾക്ക് ചോദിച്ചത്. ഇതുപോലെ ഒരാൾക്ക് ലഹരി ഉപയോഗിക്കാനുള്ള അവകാശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതേപോലെ ഇങ്ങനെ സമൂഹത്തിൽ നമ്മൾ ഇത്രയും കാലം തെറ്റായി മനസ്സിലാക്കിയ, സമൂഹത്തെ തകർക്കുന്ന, കുടുംബത്തെ തകർക്കുന്ന ഇത്തരം പ്രവണതകൾ, ഇതിനെക്കുറിച്ച് എല്ലാത്തിനെക്കുറിച്ചും ചോദിച്ചാൽ വളരെ റെഡിമെയ്ഡായ ചില ഉത്തരങ്ങൾ നമ്മുടെ പുതിയ തലമുറക്ക് പറയാനുണ്ട്. എന്താണത്? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ. ഇതിലെല്ലാത്തിനും നിങ്ങൾ ആവർത്തിച്ച് കേട്ട ഒരു വാചകം അതാണ്, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. പ്രിയമുള്ളവരെ, എവിടെ നിന്നാണ് ഈ ഒരു ഉത്തരം ഇവർക്ക് ലഭിച്ചത്? എവിടെ നിന്നാണ് ഈ ഒരു ചിന്താഗതി ആളുകളുടെ മനസ്സിലേക്ക് കയറി വന്നത്? ഇതാരെങ്കിലും ക്ലാസ് എടുത്തു കൊടുത്തതാണോ? ആരെങ്കിലും ഇങ്ങനെ ഇതുപോലെ ഒരു ക്ലാസ് വിളിച്ച് ഇന്ന കാര്യങ്ങൾ അവിഹിതം കുഴപ്പമില്ല, അത് ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്, സ്വവർഗരതി കുഴപ്പമില്ല, അതുപോലെ തന്നെ വിവാഹത്തിന് മുമ്പുള്ള പ്രസവം കുഴപ്പമില്ല, ലഹരി കുഴപ്പമില്ല, കഞ്ചാവ് കുഴപ്പമില്ല, ഇതാരെങ്കിലും ക്ലാസ് എടുത്തു കൊടുക്കുന്നതാണോ? അല്ല. ക്ലാസ് എടുത്തു കൊടുക്കാതെ തന്നെ പുതിയ തലമുറയുടെ ചിന്താഗതി ഈ രൂപത്തിലേക്ക് മാറുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഓരോരുത്തരുടെ ഇഷ്ടം, അതുപോലെ തന്നെ ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. ഇതാണ് ഈ ചിന്താഗതി. പ്രധാനമായും നമ്മൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 4 രൂപത്തിലാണ് ഈ ചിന്താഗതി വരുന്നത്. ഒന്ന്, ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ജീവിതം എൻ്റെ തീരുമാനങ്ങളാണ്, ഞാൻ എന്തു ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും, ആരും ഇടപെടേണ്ടതില്ല. ഇതാണ് ഈ ചിന്താഗതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഞാനിങ്ങനെ പറയുമ്പം ഇതേതോ പാശ്ചാത്യ ലോകത്തോ അല്ലെങ്കിൽ നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാത്ത എന്തോ കാര്യമാണെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഞാൻ കുറച്ച് ഡയലോഗുകൾ ഇവിടെ പറയാം. ശരിയും തെറ്റുമൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ. എൻ്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കട്ടെ. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ രാഷ്ട്രമോ കുടുംബമോ മതമോ ഒന്നും ഇടപെടാൻ പാടില്ല. ഒരാളുടെ സ്വകാര്യതയിൽ അവരെന്തോ ചെയ്തോട്ടെ. ഇങ്ങനെയുള്ള ചില ഡയലോഗുകൾ ഞാൻ ചോദിക്കുന്നത്, ഇത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കേട്ട് പരിചയിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഈ വാചകങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അതാണ് ഈ ആശയം അവരുടെ തലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതിൻ്റെ ഉദാഹരണം. ഇനി പോട്ടെ, നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കൾ അവർ പല ടീഷർട്ടുകളും അവരുടെ സോഷ്യൽ മീഡിയയിൽ പല വാചകങ്ങൾ എഴുതുന്നുണ്ടാവും. അതിൽ ചില ഉദാഹരണങ്ങൾ ഞാൻ കാണിക്കാം. യോ ലോ, ഇത് ചിലപ്പോൾ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷത്തിനും ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. എന്താ യോലോ? യു ഓൺലി ലിവ് വൺസ്, നിങ്ങൾ ഒറ്റ തവണ ജീവിക്കുന്നുള്ളൂ എന്നാണ്. ഇത് പലപ്പോഴും നമ്മുടെ മക്കൾ പോലും ഈ ടീഷർട്ട് ഇട്ട് നടക്കുന്നുണ്ടാവും. ഒറ്റ ജീവിതമുള്ളൂ, പരമാവധി ആസ്വദിച്ചോളൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മൈ ബോഡി മൈ ചോയ്സ്. ഒന്ന് വീട്ടിൽ പോയിട്ട് മക്കളുടെ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ വാട്സപ്പൊക്കെ നോക്കിയാൽ മതി, ചിലപ്പോൾ സ്റ്റാറ്റസ് ഇട്ടുണ്ടാവും മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ജീവിതം എൻ്റെ അവകാശം, എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ ജീവിതം, ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതോ ഒരു ശാക്തീകരിക്കപ്പെട്ട യുവതലമുറയുടെ പ്രതീകങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. എന്താ, ഞാൻ നേരത്തെ പറഞ്ഞതാണ് അടിസ്ഥാനം. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ തീരുമാനിക്കുന്നതാണ്. അതിലുള്ള ശരിയും തെറ്റും ഞാൻ തീരുമാനിക്കുന്നതാണ്. അതല്ലാതെ ആത്യന്തികമായി ഒരു ശരിയും തെറ്റുമില്ല, ഒരു ധാർമ്മികതയില്ല എന്നതാണ് ഈ ആശയത്തിൻ്റെ അടിസ്ഥാനം. അതുപോലെ തന്നെ ലൈഫ് ഈസ് ഷോർട്ട്,
ബ്രേക്ക് ദ റൂൾസ്. ചെറിയ ജീവിതമാണ്, നിയമങ്ങളൊക്കെ അതുപോലെ തന്നെ റൂൾസൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോളൂ. അതുപോലെ തന്നെ മൈ ലൈഫ് മൈ റൂൾസ്. ഇതൊക്കെ നമ്മുടെ മക്കൾ അവർ വലിയ കാര്യത്തിൽ സ്റ്റാറ്റസ് ഇടുന്ന ചില ഉദാഹരണങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ആശയത്തിൻ്റെ അടിസ്ഥാനം. അതിനെ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിനെ സമ്മപ്പ് ചെയ്യുന്ന ഒരു വാചകമാണ് ലിബറലിസം എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും ആമുഖം പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലിബറലിസത്തിനെതിരെ അല്ലെങ്കിൽ നിരീശ്വരവാദത്തിനെതിരെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മളുമായി ഒരു ബന്ധവുമില്ലാത്ത, നമ്മുടെ ഏഴയലത്ത് പോലും വരാത്ത, വേറെ എവിടെയോ നടക്കുന്ന എന്തൊക്കെയോ ചർച്ചകൾ അല്ല. നമ്മുടെ കുടുംബത്തിനകത്തേക്ക് കയറി വന്നിട്ടുള്ള, നമ്മുടെ മക്കളെപ്പോലും ഗ്രസിച്ചിട്ടുള്ള ഒരു ആശയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ലിബറലിസം എന്ന് പറഞ്ഞാൽ? അല്ലേ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നിരീശ്വരവാദം എന്നൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ദൈവമില്ല, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്നൊരു വിശ്വാസമാണ്. ആ നിരീശ്വരവാദം പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിലേക്ക് വ്യാപിപ്പിക്കാൻ വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ നിരീശ്വരവാദികൾ നടത്തി നോക്കി. ഒരുപാട് ലേഖനങ്ങൾ എഴുതി നോക്കി, ഒരുപാട് പ്രസംഗിച്ചു നോക്കി, സംവാദങ്ങൾ നടത്തി നോക്കി. ഒരു നിലക്കും നിരീശ്വരവാദത്തിന് ദൈവവിശ്വാസത്തിനുമേൽ ഒരു ആധിപത്യം ഉണ്ടാക്കാൻ, വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അല്ലേ, ഒരുപാട് സംവാദങ്ങൾ കേരളത്തിലും ലോകത്തെമ്പാടും നടന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ കോമൺ സെൻസാണ്, ഈ പ്രപഞ്ചത്തിന് ഒരു മുട്ടുസൂചി പോലും സൃഷ്ടിക്കാൻ ഒരാളാവശ്യമെങ്കിൽ ഈ പ്രപഞ്ചം നമ്മൾ ഇതുവരെ കണ്ട് തീർന്നിട്ടില്ലാത്ത, നമ്മൾ പഠിച്ചു തീർന്നിട്ടില്ലാത്ത, നമുക്ക് പഠിച്ചു തീരാൻ സാധിക്കാത്ത അത്രയും വലിയ പ്രപഞ്ചം അത് തനിയെ ഉണ്ടാവുന്നോ? അതൊക്കെ വെറുതെ അങ്ങ് ഉണ്ടാകുമെന്നോ എന്ന ചോദ്യം ആ കോമൺ സെൻസിന് മുമ്പിൽ നിരീശ്വരവാദത്തിന് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിരീശ്വരവാദം നേരിട്ട് വന്ന് നിങ്ങൾ നിരീശ്വരവാദിയാകണം, നിങ്ങൾ വിശ്വാസം ഒഴിവാക്കണം, നിങ്ങൾ നിസ്കാരം നിർത്തണം എന്ന് പറഞ്ഞാൽ ഇവിടെ വിലപ്പോവില്ല എന്ന് അവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് അവർ സ്വീകരിച്ചിട്ടുള്ള വളഞ്ഞ വഴിയാണ് ലിബറലിസം എന്ന് പറഞ്ഞാൽ. മതത്തെ നേരിട്ട് എതിർത്ത് ആശയപരമായി പരാജയപ്പെടുത്താൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ നിരീശ്വരവാദം, ആ മതരാഹിത്യം അത് പിന്നീട് കടന്നു വന്നിട്ടുള്ളത് ലിബറലിസത്തിൻ്റെ രൂപത്തിലാണ്. അതെങ്ങനെയാണ്? അതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. മതം തിന്മയായി പറഞ്ഞ കാര്യങ്ങളെ പതിയെ സ്വാഭാവികവൽക്കരിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മതം ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ആ ഒരു കാര്യത്തെ പതിയെ പതിയെ സ്വാഭാവികവൽക്കരിക്കുക, നോർമലൈസ് ചെയ്യുക എന്ന് പറയും. അത് പതിയെ പതിയെ അതൊരു കുഴപ്പമില്ല എന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റുക. മതത്തിനൊരു പ്രസക്തിയുമില്ല എന്ന ഒരു തോന്നലുണ്ടാക്കുക. പതിയെ മതത്തിൻ്റെ മൂല്യങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിയെടുക്കുക. മതമെന്നാൽ തീവ്രതയാണെന്ന ഒരു കാഴ്ചപ്പാടുണ്ടാക്കുക. അല്ലേ, കുറച്ചൊന്ന് താടി വളർത്തിയാൽ, അല്ലെങ്കിൽ കൃത്യമായി നിസ്കരിക്കാൻ പോയാൽ, അല്ലെങ്കിൽ ആ രൂപത്തിൽ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൃത്യത, ഒരു നിഷ്ഠ പുലർത്തിയാൽ അതെന്തോ ഒരു തീവ്രമായ ഒരു ചിന്താഗതിയാണ് എന്ന ഒരു ചിന്താഗതി ഉണ്ടാക്കുക. മതചിഹ്നങ്ങളെ പരിഹാസ്യമായി അവതരിപ്പിക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വളരെ വിശദീകരിച്ച് പറയേണ്ടതാണ്. പക്ഷേ ചുരുക്കി പറയാണ്, ഇങ്ങനെ ചില രൂപത്തിലാണ് ലിബറലിസം നമ്മുടെ സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നത്. അതുവഴി സംഭവിക്കുക എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു ഒരാളോട് നേരിട്ട് വന്ന് നിങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കണം, മതം ഉപേക്ഷിക്കണം, ദൈവത്തിലുള്ള വിശ്വാസം ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ആളുകൾ അത് സ്വീകരിക്കൂല. കാരണം അവർ നേരത്തെ പറഞ്ഞ ചില ചോദ്യങ്ങളൊക്കെ തിരിച്ചു ചോദിക്കും. നിരീശ്വരവാദത്തിന് നേരിട്ട് വന്ന് മതത്തെ ആശയപരമായി പരാജയപ്പെടുത്തുക അസാധ്യമാണ്. ആ കുറവ് നികത്താൻ, അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ അവരുണ്ടാക്കിയതാണ് പതിയെ പതിയെ, ഒറ്റടിക്ക് വേണ്ട, പതിയെ പതിയെ ആളുകളിൽ നിന്ന് മതമില്ലാതാക്കാനുള്ള പ്രവർത്തികൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞ നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. ഞാൻ ഒരൊറ്റ സംഭവം, അല്ലെങ്കിൽ ഒരു നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ അവർ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ലഹരി തിന്മയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്ററല്ല ഒരുപാട് പോസ്റ്ററുകൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതൊരു നല്ലൊരു കാര്യമല്ല, അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക, അതൊരു പ്രശ്നമാണ്, അത് ഒഴിവാക്കേണ്ടതാണെന്നൊക്കെ നമ്മൾ പറയും. ഞാൻ മറ്റൊരു സംഭവം പറയാം. ലഹരി നന്മയാണ് എന്ന് പറയുന്നൊരു പോസ്റ്റർ ഒരു ഭാഗത്തുണ്ട്. വേറൊരു സംഭവം, നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് വരിക. നമ്മുടെ വീട്ടിൽ നമ്മുടെ ചെറിയ കുട്ടിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, ബാക്കി ഉമ്മാമയും ഉപ്പാപ്പയും എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും സ്വീകരണ മുറിയിൽ TV-യിൽ ഒരു സിനിമ കാണുകയാണെന്ന് വിചാരിക്കുക. ആ സിനിമയിലുള്ള രംഗം എന്താ ചോദിച്ചപ്പോൾ, മലയാള സിനിമക്കായതുകൊണ്ട് ആ സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നത് നായകൻ ഇങ്ങനെ കള്ളുകുടിച്ച് ഒരുപാട് തമാശകൾ പൊട്ടിക്കുന്നു.
അപ്പോൾ സ്വാഭാവികമായിട്ട് തമാശ ആയതുകൊണ്ട് തന്നെ ഉപ്പ ചിരിക്കുന്നു, ഉമ്മ ചിരിക്കുന്നു, മക്കളെല്ലാവരും ചിരിക്കുന്നു. നമ്മളൊരു 6 വയസ്സുകാരനായ നമ്മുടെ മക്കളെ നമ്മൾ സങ്കല്പിക്കാം. അവനിങ്ങനെ നോക്കുകയാണ്. അവന് സ്ക്രീനിൽ കാണുന്ന രംഗം എന്താണ്? കള്ളുകൂടി നടക്കുന്നു. ഉപ്പാനെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരേ ചിരിയാണ്. ഉമ്മാനെ നോക്കുമ്പോൾ ഇപ്പോൾ ഉമ്മ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുകയാണ്. ബാക്കി എല്ലാവരും ഒരേ ചിരിയാണ്. ഇങ്ങനെ ഒരു രംഗം അവൻ്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യുന്ന ആശയം എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ആ സ്ക്രീനിൽ കാണുന്നത് കള്ളുകൂടിയാണ്, ഇപ്പുറത്ത് കാണുന്നത് ഞാൻ ശരിയും തെറ്റും മനസ്സിലാക്കാൻ അവലംബമാക്കുന്ന എൻ്റെ ഉപ്പയും ഉമ്മയും ഉപ്പാപ്പയും ഉമ്മാമയും ഒക്കെ അത് ചിരിച്ചാസ്വദിക്കുകയാണ്. ഇതോടുകൂടി ആ കുട്ടി എന്താ മനസ്സിലാക്കുക? ഇങ്ങനെ കണ്ട് ചിരിച്ചാസ്വദിക്കാൻ മാത്രം സ്വാഭാവികമാണ് ഈ കാണുന്ന പ്രവൃത്തി. അഥവാ ഒരു കടയിലേക്ക് പോയി ഒരു സർബത്ത് കുടിക്കുന്നത് പോലെ ലാഘവത്തോടുകൂടി നമുക്കല്ലെങ്കിൽ അതിനേക്കാൾ ആസ്വദിക്കാൻ പറ്റുന്ന എന്തോ ഒരു കാര്യമാണ് ആ സ്ക്രീനിൽ നടക്കുന്നത്. ഇങ്ങനെ ഒരു ചിന്തയുണ്ടായ ഒരു കുട്ടിയോട് പിന്നീട് പോയിട്ട് നമ്മൾ എല്ലാ ലഹരിയും ഹറാമാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യം ഉണ്ടാവുമോ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ തന്നെയാണ് അവിഹിതമായ ബന്ധങ്ങൾ. എങ്ങനെയാണ് പ്രണയബന്ധങ്ങൾ, വിവാഹത്തിന് മുമ്പുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ ഭയങ്കര ഫാൻറ്റസൈസ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്? ഒരു പ്രണയം അത് പൂത്തുലയുക അല്ലെങ്കിൽ അത് സക്സസ് ആവുക എന്ന് പറയുന്നതാണ് ഒരു സിനിമയുടെ പ്രമേയം. എങ്ങനെയെങ്കിലും ആ സിനിമ കാണുന്ന എല്ലാവരും വിചാരിക്കുക എങ്ങനെയെങ്കിലും ഈ രണ്ടാൾക്കാരൊന്ന് ഒരുമിച്ചെങ്കിൽ എന്ന് ചിന്തിക്കാൻ. ഇങ്ങനെ ചിന്തിപ്പിക്കുകയാണ് നിരന്തരമായി. അതിനെയാണ് നമ്മൾ നോർമലൈസേഷൻ എന്ന് പറയാം. സ്വാഭാവികവൽക്കരിക്കാൻ അല്ലേ? മതം വളരെ കൃത്യമായിക്കൊണ്ട് കണിശമായിക്കൊണ്ട് വിലക്കിയ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ നമ്മളിതിങ്ങനെ കണ്ട് 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 പതിയെ നമുക്കും തോന്നണം അതിപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ, ഒന്ന് തൊട്ടു എന്ന് വിചാരിച്ചെന്താ, ഒന്ന് അടുത്തിരുന്നു എന്ന് വിചാരിച്ചെന്താ അല്ലേ? അപ്പോൾ ഈ രൂപത്തിലേക്ക് മതം വളരെ ഗൗരവത്തോടുകൂടി തിന്മയായി പഠിപ്പിച്ച കാര്യങ്ങൾ അതിൻ്റെ ഗൗരവം കുറക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സിനിമകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, റീലുകളിലൂടെ, ഷോർട്ടുകളിലൂടെ ഇത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. പലപ്പോഴും നമ്മളിപ്പോൾ ഈ സമീപകാലത്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു പരാതിയാണ് പെൺകുട്ടികൾ, അവർക്ക് പ്രത്യേകിച്ചും വിവാഹത്തോട് താല്പര്യമില്ല. വിവാഹത്തോടുള്ള അവരുടെ ഒരു താല്പര്യം അത് വല്ലാതെ മാറിയിട്ടുണ്ട്. വിവാഹം എന്ന് പറഞ്ഞാൽ ഈ ബലിപെരുന്നാളിന് ഒരു കാലിയെ കൊണ്ടുപോയി അറക്കാൻ കൊണ്ടുപോകുന്നത് പോലെയാണ് കെട്ടിക്കാൻ കൊണ്ടുപോകുക എന്നത് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഈ രൂപത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാവാൻ കാരണം? അല്ലേ, പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലുള്ള കുറേ സ്റ്റാറ്റസുകളൊക്കെ കാണും. ഡോണ്ട് മാരി, ബി ഹാപ്പി. നിങ്ങൾ കല്യാണം കഴിക്കണ്ട, സന്തോഷത്തോടു കൂടി ജീവിച്ചോളൂ. ഇത് നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ആശയമാണ്. എന്ന് വെച്ചാൽ കല്യാണം എന്ന് പറയുന്നത് വിവാഹത്തോടുകൂടി നിങ്ങളുടെ സന്തോഷം അതോടുകൂടി അവിടെ തീർന്നു. പിന്നെ നിങ്ങൾക്കൊരു ജീവിതമില്ല, പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണുള്ളത്. വിവാഹത്തോടുകൂടി നിങ്ങളായുള്ള നിങ്ങളുടെ ജീവിതം കഴിഞ്ഞു, പിന്നുള്ളത് വെറും അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഈ ഒരു ചിന്ത ഉള്ള ഒരു പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ പിന്നെ വിവാഹം കഴിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല. ഉപ്പയും ഉമ്മയൊക്കെ നിർബന്ധിക്കുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ കുറേ എക്സ്ക്യൂസുകൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി അവസാനം എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വിവാഹം കഴിക്കാന്നല്ലാതെ താല്പര്യത്തോടു കൂടി വിവാഹം കഴിക്കാൻ പലപ്പോഴും പുതിയ തലമുറ അതിന് തയ്യാറാവാത്തതിൻ്റെ കാരണം എന്താ? ഈ ഒരു സോഷ്യൽ കണ്ടീഷനിങ് ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഈ വിവാഹം മോശമാണ് എന്ന ഒരു ആശയം വന്നത്. നമ്മളിങ്ങനെ പുറത്തിങ്ങനെ നോക്കുമ്പം വിവാഹത്തോട് താല്പര്യമില്ല, വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. പക്ഷേ ഇതിനു പിന്നിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ ചില ആശയങ്ങൾ അതിനു പിന്നിലുമുണ്ട്. എങ്ങനെയാണ് വിവാഹത്തോടൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് സമൂഹത്തിൽ പടർത്താൻ, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത് വളരെ വ്യാപകമാക്കാൻ എങ്ങനെയാണ് ഇവർക്ക് സാധിച്ചത്? അതിൻ്റെ അടിസ്ഥാന കാരണം ഫെമിനിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആശയങ്ങളാണ്. പെണ്ണ് സമ്പാദിക്കാത്തത് കൊണ്ടാണ് അവർ എന്നും പുരുഷന് കീഴിൽ ആകുന്നത് എന്നും അങ്ങനെയാണ് സ്ത്രീവിരുദ്ധ കുടുംബം എന്ന ഒരു വ്യവസ്ഥ ഉണ്ടാകുന്നത് എന്നുമാണ് പാശ്ചാത്യ ലിബറൽ ഫെമിനിസ്റ്റ് ചിന്തകർ എല്ലാവരും എന്നതുപോലെ പറഞ്ഞിട്ടുള്ളത്. അഥവാ എന്തുകൊണ്ടാണ് ഫെമിനിസ്റ്റുകളൊക്കെ സ്ഥിരം പറയുന്നൊരു കാര്യം, ഇവിടെ മുഴുവൻ സ്ത്രീവിരുദ്ധതയാണ്, ഈ സമൂഹത്തിൽ സ്ത്രീകൾ വീർപ്പുമുട്ടുകയാണ്, ഇവിടെ ഒരു തരത്തിലുള്ള സ്ത്രീകൾക്കുള്ള അവകാശങ്ങളുമില്ല. ഇതിൻ്റെയൊക്കെ കാരണം എന്താ? ശരിയാണ്, സമൂഹത്തിൽ അർഹമായ ചില അവകാശങ്ങൾ സ്ത്രീകൾക്ക് വകവെച്ചു കൊടുക്കാത്തൊക്കെ ഉണ്ട്. പക്ഷേ അതിനെല്ലാത്തിനും കാരണം എന്താണ്? അതിനെല്ലാത്തിനും കാരണം കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥിതിയാണ്. ആ കുടുംബം എന്ന വ്യവസ്ഥിതി അതെന്തുകൊണ്ടുണ്ടായതാണ്? അത് പെണ്ണ് സമ്പാദിക്കാത്തത് കൊണ്ടുണ്ടായതാണ്. ആ പെണ്ണ് സമ്പാദിക്കാത്തത് കൊണ്ട്
പുരുഷന്റെ കീഴിൽ പുരുഷൻ സമ്പാദിക്കുന്നത് വെച്ച് അവൾ ജീവിക്കേണ്ടി വരുന്നു. അതോടുകൂടി പുരുഷന്റെ കീഴിലായി അവൾ മാറുന്നു. കുടുംബം, വിവാഹം എന്നതൊക്കെ പെണ്ണിനെ അടിച്ചമർത്താനുള്ള ഉപാധികളാണെന്നും അത് തകർക്കണമെന്നും ഏകദേശം എല്ലാ ഫെമിനിസ്റ്റ് ചിന്തകരും ഒരേപോലെ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കുടുംബം എന്ന വ്യവസ്ഥ അതൊരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയാണ്. ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയാണ് കുടുംബത്തെ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് അത് തകർക്കുക, ആ ഒരു വ്യവസ്ഥ തകർക്കുക എന്നതാണ് പെണ്ണിന് വിമോചിപ്പിക്കപ്പെടാനുള്ള ഏക വഴിയെന്ന് ഏകദേശം എല്ലാ ഫെമിനിസ്റ്റ് ചിന്തകരും എഴുതി. ഇവിടെയാണ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഫെമിനിസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തായിരുന്നു വന്നിരുന്നത്? ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയ സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടി വാദിക്കുക. ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഈ സമത്വം അല്ലെങ്കിൽ ഈ അവകാശങ്ങൾ, സ്ത്രീ അവകാശങ്ങൾ, ഫെമിനിസം എങ്ങനെയാണ് നടപ്പിലാക്കാൻ അവരുദ്ദേശിക്കുന്നത്? അവർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നടപ്പിലാക്കണമെങ്കിൽ കുടുംബം തകർക്കണം. കുടുംബം എന്ന വ്യവസ്ഥ അതിനെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് വിമോചനമുള്ളൂ. ഇത് വളരെ കൃത്യമായി ഏകദേശം എല്ലാ ഫെമിനിസ്റ്റ് ചിന്തകരും എഴുതിയിട്ടുണ്ട്. ഇത് എഴുതിയെന്ന് മാത്രമല്ല, ഇത് പ്രാവർത്തികമാവുകയും ചെയ്തു. പാശ്ചാത്യ ലോകത്ത് 1960-നും 70-നും ഇടയിൽ നടന്നിട്ടുള്ള സെക്ഷൽ റവല്യൂഷൻ, ലൈംഗിക വിപ്ലവം, ഇതിന്റെ തുടർച്ചയായിക്കൊണ്ട് കുടുംബത്തോട് വിരക്തിയുള്ള ഒരു സമൂഹം ഉണ്ടാവുകയും പ്രത്യേകിച്ച് സ്ത്രീകൾ അവർ വിവാഹം കഴിക്കാൻ വിമുഖത കാണിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിലൂടെ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കുടുംബത്തെക്കാളും ജോലിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു തലമുറ യൂറോപ്പിൽ ഉണ്ടാവുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇതിങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. വിവാഹത്തോടുള്ള ഒരു വിമുഖതയും അതിനോടുള്ള ഒരു പുറംതിരിയലൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ യൂറോപ്പിൽ അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ സംഭവിച്ചതോടുകൂടി യൂറോപ്പിൽ എന്താ കാര്യം നടന്നത്? അവിടെ കുടുംബത്തിനേക്കാളും ജോലിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു തലമുറ ഉണ്ടാവുന്നു. അതുവഴി സ്ത്രീകൾ ഭൂരിപക്ഷവും 30 വയസ്സിന് ശേഷം മാത്രം വിവാഹത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്നാൽ അത് സ്ത്രീകൾക്ക് പ്രയാസകരമായിരുന്നു. ഇത് സംഭവിച്ചൊരു കാര്യമാണ്. സ്ത്രീകൾക്ക് 30 വയസ്സിന് ശേഷം ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുക എന്നത് കുറച്ചധികം പ്രയാസകരമാണ്. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പുരുഷന് 30 വയസ്സിന് ശേഷവും അവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ബന്ധങ്ങളിലേക്ക് കടക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. അതിന് ഒരുപാട് ബയോളജിക്കലായിട്ടുള്ള, സാമൂഹ്യപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളുള്ളത് കൊണ്ട് സ്ത്രീകൾക്ക് അങ്ങനെയുള്ള ബന്ധങ്ങൾ കിട്ടാതാവുകയും പുരുഷന് അത്തരത്തിലുള്ള ബന്ധങ്ങൾ കിട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. അതുവഴി 30 വയസ്സിന് ശേഷം സ്ത്രീകൾക്ക് അവരാഗ്രഹിച്ച രൂപത്തിലുള്ള ബന്ധങ്ങൾ കിട്ടാതാവുകയും പലരും കുടുംബം ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ഇത് ഞാൻ പറയുന്നത് നടന്ന കഴിഞ്ഞ, ഇപ്പം നമ്മുടെ നാട്ടിലേക്കും കേരളത്തിലേക്കൊക്കെ വിവാഹത്തെക്കുറിച്ചുള്ള ഇത്തരം സങ്കല്പങ്ങൾ, വിവാഹം വേണ്ട അല്ലെങ്കിൽ വിവാഹം വൈകിപ്പിക്കണം, അത് എല്ലാ പഠനവും കഴിഞ്ഞ് സ്വയം പര്യാപ്തനായിക്കൊണ്ട് ഒറ്റക്കാലിൽ നിൽക്കാൻ കഴിഞ്ഞതിന് ശേഷം മാത്രം മതി എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ നാട്ടിലേക്ക് വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇത് നടപ്പിലായ, ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള രാജ്യങ്ങളിലേക്ക് നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്താണ് അവിടെ സംഭവിച്ചത്. സ്ത്രീകൾ അവിടെ പ്രയാസകരമായ അവസ്ഥയിലേക്ക് തള്ളിവിടപ്പെടുകയായിരുന്നു. 30 വയസ്സിന് ശേഷം മാത്രം വൈവാഹിക ബന്ധത്തിലേക്ക് കടക്കുകയും അങ്ങനെ കൃത്യമായൊരു ബന്ധത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായത് ഈ വിവാഹത്തെക്കുറിച്ചുള്ള ഈ പ്രതിലോമകരമായിട്ടുള്ള ഈ ആശയം പേറിയതിന് ശേഷമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളെയും തൊലിപ്പുറത്തു മാത്രം മനസ്സിലാക്കുന്നത് കൊണ്ട്, പുറത്തുള്ള ഈ വാചകങ്ങളും ഈ വാചാടോപങ്ങളും കൊണ്ട് മാത്രം നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് പല പ്രവർത്തികളുടെയും, ഇതിനൊക്കെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, പല പ്രവർത്തികളുടെയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊരു ധാരണയില്ലായ്മയാണ്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത ഒരു പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ആ എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും സന്ധ്യാസമയത്തിന് ശേഷം അവിടെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു പരിധിയിൽ കവിഞ്ഞ രൂപത്തിൽ അവിടെ ഇടപഴകുകയും അവിടെയുള്ള നാട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ പല കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. അതിനോടുള്ള പ്രതികരണമായിക്കൊണ്ട് ആ നാട്ടുകാർ ചെയ്തെന്താണെന്ന് ചോദിച്ചാൽ, ആ ബസ് സ്റ്റോപ്പിലുള്ള അവിടെയുള്ള സീറ്റ് 3 കഷ്ണമായിട്ട് മുറിച്ചു മാറ്റി. വലിയ വാർത്തയായൊരു കാര്യമായിരുന്നു. എന്താ ചോദിച്ചാൽ, എങ്ങനെ ആ രൂപത്തിൽ ഇനി ഇവിടെ ഇരിക്കേണ്ടതില്ല എന്ന രൂപത്തിൽ നാട്ടുകാർ സീറ്റ് മുറിച്ചു മാറ്റി. പിന്നെ സംഭവിച്ചെന്ന് വെച്ചാൽ, പിറ്റേന്ന് ഈ കോളേജിലുള്ള കുട്ടികൾ വന്നിട്ട് അവിടെ ഒരു സമരം. എന്താ സമരം? മടിയിലിരിക്കൽ സമരം.
ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടും ഞങ്ങൾ ഈ കാര്യങ്ങളോടുള്ള പ്രതിഷേധം എന്ന നിലക്ക് നാട്ടുകാർ സീറ്റ് മുറിച്ചു മാറ്റി, അതിനോടുള്ള പ്രതിഷേധമായിക്കൊണ്ട് ഞങ്ങളിതാ ആൺകുട്ടികളുടെ മടിയിൽ പെൺകുട്ടികൾ ഇരുന്നു കൊണ്ട് മടിയിലിരിക്കൽ സമരം നടത്താൻ പോകുന്നു. അത് വലിയ വാർത്തയാകുന്നു. പല രാഷ്ട്രീയക്കാരും അത് ഷെയർ ചെയ്യുന്നു. വലിയെന്തോ വിപ്ലവം എന്ന രൂപത്തിൽ അത് ഷെയർ ചെയ്യപ്പെടുന്നു. മടിയിലിരിക്കൽ സമരം. അപ്പോൾ ഇത് മാത്രമല്ല, ഇങ്ങനെ സംഭവിച്ചതിന് ശേഷം അവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ചും പ്രചരിച്ച ഒരു വലിയൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരു പെണ്ണ് ആണിൻ്റെ മടിയിലിരുന്നാൽ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ? വലിയ ചോദ്യം. എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്തു അവർ. ആ ചെയ്തതിന് ശേഷം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ആണ് പെണ്ണിന്റെ മടിയിലിരുന്നത് കൊണ്ടോ പെണ്ണ് ആണിന്റെ മടിയിലിരുന്നത് കൊണ്ടോ ഇവിടെ കാര്യമായി ഒന്നും സംഭവിച്ചില്ല. ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീണില്ല, ഭൂമി കുലുങ്ങിയില്ല, അതുകൊണ്ട് അതിനൊരു പ്രത്യാഘാതവുമില്ല, അതുകൊണ്ട് അത് പ്രശ്നമില്ല എന്നതാണ്. അതിലൂടെ പലപ്പോഴും പല വിഷയങ്ങളിലും നമ്മുടെ അടക്കം ചിന്ത ഈ രൂപത്തിലാണ്. അതുകൊണ്ടെന്താ കുഴപ്പം, അല്ലേ? ഈ ചോദ്യം പലപ്പോഴും നമ്മൾ പോലും ചോദിക്കാറുണ്ട്. ഇസ്ലാമിലൊരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ, അത് പാടില്ല എന്ന് പറഞ്ഞാൽ, അത് തിന്മയാണെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം? അത് ചെയ്താൽ എന്താ പ്രശ്നം, അല്ലേ? നമ്മുടെ ചോദ്യമാണ്. നമ്മൾ പോലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യം എങ്ങനെ വരുന്നത്? നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഇന്ന കാര്യം ഹറാമാണെന്ന് പറയുന്നു. ആ ഹറാമ് ചെയ്തത് കൊണ്ട് ഒരു പ്രശ്നവും ഞാൻ കാണുന്നില്ലല്ലോ, പിന്നെന്താ എന്ന ഒരു ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? പല കാര്യങ്ങളും ഇപ്പോൾ വിവാഹേതര ബന്ധങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ വിവാഹേതര ബന്ധങ്ങൾ, ഇതിൻ്റെ വിഷയത്തിൽ ഈ പ്രവൃത്തി കൊണ്ടുള്ള പ്രത്യാഘാതം എന്താ? ഒരാൾ വിവാഹേതരമായി ബന്ധപ്പെട്ടു, അതുകൊണ്ട് ഇപ്പോൾ അയാളിങ്ങനെ നോക്കുമ്പോൾ അതുകൊണ്ടിപ്പം പ്രശ്നമൊന്നും കാണുന്നില്ല, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നില്ല, ഭൂമി ഉരുങ്ങുന്നില്ല, അതുകൊണ്ടൊരു പ്രശ്നമില്ല, അതുകൊണ്ട് അയാൾ മനസ്സിലാക്കാൻ അതുകൊണ്ടൊരു കുഴപ്പമില്ല, അല്ലേ? എന്നാൽ അതേ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കുറച്ചൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും എന്താണ് ഈ വിവാഹേതര ബന്ധങ്ങൾ കൊണ്ട് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും തകർച്ചയാണ് അതുകൊണ്ട് സംഭവിക്കുക എന്ന് കുറച്ചൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ സ്വവർഗരതിയെക്കുറിച്ചൊക്കെ പുതിയ കാലത്തുള്ള എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഒരാണും അല്ലെങ്കിൽ ഒരു പെണ്ണും അവരവരുടെ റൂമിൽ ഇരുട്ടത്ത് കുറ്റിയിട്ടിട്ട് അവരുടെ റൂമിൽ അവരുടെ സ്വകാര്യത്തിൽ എന്തോ ചെയ്യുന്ന നിങ്ങൾക്കെന്താ? വലിയ ചോദ്യം. അത് തെറ്റാണ്, അത് ഹറാമാണ് എന്നൊക്കെ പറയാൻ പോകേണ്ടത് ആവശ്യം എന്താ, അല്ലേ? അവർ ചിന്തിക്കുന്നെന്താ? അത് അവർ ചെയ്തു, അങ്ങനെ ഒരു പ്രവൃത്തി അവർ ചെയ്തത് കൊണ്ട് ഇപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ, ഒരു കുഴപ്പം നമ്മൾ കാണുന്നില്ലല്ലോ എന്നാണ് ചോദ്യം. എന്നാൽ കുറച്ചൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഈ സ്വവർഗരതി കൊണ്ട് പ്രധാനമായും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും തകർച്ചയുണ്ടാകുന്നു. അതുപോലെ തന്നെ വ്യാപകമായ ലൈംഗിക രോഗങ്ങൾ ഉണ്ടാകുന്നു, അല്ലേ? നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, എയ്ഡ്സ് എന്നുള്ള രോഗത്തെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ എയ്ഡ്സിൻ്റെ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് ഗ്രിഡ്സ് എന്നായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പേര്. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ ഗേ റിലേറ്റഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നായിരുന്നു. ഗേ അഥവാ പുരുഷ സ്വവർഗാനുരാഗികൾക്കിടയിലുള്ള രോഗമായിക്കൊണ്ടാണ് എയ്ഡ്സിന് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോഴും നമ്മൾ പരിശോധിച്ച് നോക്കുക, എയ്ഡ്സ് ആവട്ടെ, സിഫിലിസ് ആകട്ടെ, ഗൊണോറിയ ആകട്ടെ, ഇങ്ങനെയുള്ള ലൈംഗിക രോഗങ്ങൾ അത് ആരിലാണ് ഏറ്റവും കൂടുതൽ? അത് 60%, 70%, 80% സമൂഹത്തിൻ്റെ വെറും 1% പോലും വരാത്ത ഈ സ്വവർഗാനുരാഗികളാണ് ഈ രോഗങ്ങളെല്ലാം. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ വിവാഹേതര ബന്ധങ്ങൾ കൊണ്ട് ഇപ്പം എന്താ കുഴപ്പം, സ്വവർഗരതി കൊണ്ട് എന്താ ഇപ്പം കുഴപ്പം, ലഹരി കൊണ്ട് ഇപ്പം എന്താ കുഴപ്പം ഒക്കെ നമ്മളിങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യുന്നു, അപ്പം തന്നെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, അപ്പോൾ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ നോട്ടം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല പ്രവൃത്തികളുടെയും പ്രത്യാഘാതം ഉണ്ടാകുന്നത് അപ്പോൾ തന്നെയല്ല. ഇതിന് നമ്മൾ ഇൻസ്റ്റന്റ് ഹാം എന്ന് പറയാം. ഒരു പ്രവൃത്തി ചെയ്യുന്നു, അപ്പം തന്നെ അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നു. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, പക്ഷേ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല. പല പ്രവൃത്തികളുടെയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത് ഒരു പക്ഷേ മാസങ്ങളോ വർഷങ്ങളോ അതല്ലെങ്കിൽ പതിറ്റാണ്ടുകളോ അതുമല്ലെങ്കിൽ നൂറ്റാണ്ടുകളോ എടുത്തതിന് ശേഷമായിരിക്കും. അത് നമുക്ക് പൂർണ്ണമായി അറിഞ്ഞോളന്നില്ല, അല്ലേ? ഇപ്പം അതിനുള്ള ഉദാഹരണം നിലനിൽക്ക്. ഇപ്പോൾ ഈ വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിവാഹത്തിന് ബദലായിക്കൊണ്ട് പ്രത്യേകിച്ചും പാശ്ചാത്യ ലോകത്തൊക്കെ വന്നിട്ടുള്ള ഒരു ബദലാണ് ഒരാണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുക എന്ന് വെച്ചാൽ ലിവിങ് ടുഗദർ. വിവാഹവും കുടുംബം അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട, ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള സമയത്ത് ഒരുമിച്ച് ജീവിച്ചോട്ടെ, അല്ലേ? അപ്പോൾ അവിടെയും ഇവരുടെ ചിന്തത വരുന്നത് അതുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം? അവർ ഒരുമിച്ച് ജീവിക്കുന്നു, അവർക്ക് ഇഷ്ടമെല്ലാം തോന്നുമ്പോൾ പിരിഞ്ഞു പോകുന്നു. മാത്രമല്ല കുടുംബം കൊണ്ടുണ്ടാകുന്ന, വിവാഹം കൊണ്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം. വിവാഹം കൊണ്ട് ഗാർഹിക പീഡനം, ഭർത്താവിൻ്റെ പീഡനം, അമ്മായിയമ്മൻ്റെ പീഡനം, അങ്ങനെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതൊക്കെ ഒഴിവാക്കാം. അതുകൊണ്ട് ലിവിങ് ടുഗദർ, കുടുംബത്തിന് ബദലായിക്കൊണ്ട് ലിബറൽ ലോകം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഞാൻ വീണ്ടും പറയുന്നത്, ഇത് ഒരു പാശ്ചാത്യ ലോകത്ത് മാത്രമുള്ള എന്തൊരു പ്രതിഭാസമല്ല, മറിച്ച് നമ്മുടെ നാട്ടിൽ ഈ ലിവിങ് ടുഗദറിനെ കുറിച്ച് ചോദിച്ചാൽ തട്ടമിട്ട മുസ്ലിം കുട്ടികളുടെ അടക്കം ഉത്തരം എന്താണ്? അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾ കണ്ടോളൂ. ലിവിങ് ടുഗദർ എന്തുകൊണ്ട്?
കുറച്ചുകൂടി രണ്ടുപേർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. മാരേജ് ആകുമ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഇതാകുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാമല്ലോ. ലിവിങ് ടുഗദർ ആകുമ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കും, ഫ്രീ മൈൻഡ് ആയിരിക്കും. മാരേജിനെ പോകണമെങ്കിൽ മാരേജ് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഒരു പിടിച്ചു കെട്ടൽ പോണൊക്കെ ഉണ്ടാവും. ഇല്ല, വീട്ടിൽ സമ്മതിക്കില്ല. ബോത്ത് ആർ ഫൈൻ. അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ അല്ലേ. എൻ്റെത് മാരേജ് ആണ്. ബട്ട് ലിവിങ് ടുഗദർ നമുക്ക് നോ പറയാൻ പറ്റില്ല, ബിക്കോസ് അത് ഓരോരുത്തരുടെ വിഷനാണ്. മാരേജ് ഒക്കെ ആണെങ്കിൽ ഫൈൻ, ലിവിങ് ടുഗദർ ഒക്കെ ആണെങ്കിൽ ഫൈൻ. പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അത്. നമുക്ക് ഒരു കാര്യം മാത്രമാണ് റൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന നേരത്തെ പറഞ്ഞ അതേ ന്യായങ്ങളാണ്. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അവകാശമല്ലേ, അവരവർ തീരുമാനിക്കേണ്ടതല്ലേ. നേരത്തെ പറഞ്ഞാൽ ലിബറലിസത്തിൻ്റെ രോഗം ബാധിച്ച മനസ്സുകളിൽ നിന്ന് തന്നെയാണ് ഈ ഉത്തരങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ഒരാണും പെണ്ണും ഒരുമിച്ച് ജീവിച്ചാൽ എന്താ കുഴപ്പം, അത് അവരുടെ ഇഷ്ടമല്ലേ എന്നാണ്. ഇത് തന്നെയായിരുന്നു പാശ്ചാത്യ ലോകത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷൽ റവല്യൂഷന് ശേഷം യൂറോപ്പിലും ഇതേ ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കുടുംബം കൊണ്ട്, വിവാഹം കൊണ്ട് സ്ത്രീകൾ കുറച്ച് പീഡിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥക്ക് ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ആണും പെണ്ണും അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഒരുമിച്ച് ജീവിക്കട്ടെ, കോഹാബിറ്റേഷൻ അല്ലെങ്കിൽ ലിവിങ് ടുഗദർ. അവർ വിചാരിച്ചെന്താ വെച്ചാൽ ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിവാഹം കൊണ്ടുള്ള ഈ പീഡനം, ഭർത്താവിൻ്റെ പീഡനം, ഫിസിക്കൽ അബ്യൂസ്, ഇതൊക്കെ കുറച്ചൊക്കെ ഒഴിവാക്കാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ലിവിങ് ടുഗദർ അവർ നടപ്പിലാക്കിയത്. ഇത് നടപ്പിലാക്കിയെന്ന് മാത്രമല്ല, ഇപ്പം നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇതിങ്ങനെ പതിയെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പൊതുവേ പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ പുരോഗമനം എന്ന് പറഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഒരു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ 30 വർഷം മുമ്പ് യൂറോപ്പിൽ അത് നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ യൂറോപ്പിൻ്റെ അവസ്ഥ നോക്കിയാൽ മതി. ഇനി നമ്മുടെ നാട്ടിലേക്ക് ഒരു ഈ 10 വർഷത്തിനുള്ളിൽ വരാൻ പോകുന്നത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ യൂറോപ്പിൽ ഒരു 20 വർഷം മുമ്പ് എന്താ സംഭവിച്ചത് നോക്കിയാൽ മതി. നമ്മുടെ നാട്ടിലെ ഫാഷൻ ആകട്ടെ, ചിന്താഗതികളാകട്ടെ ഒക്കെ ഒരു 20 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏതായാലും ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പം ഇങ്ങനെ പതിയെ പതിയെ വന്നിട്ടുണ്ട്. തട്ടമിട്ട മുസ്ലിം കുട്ടികൾ പോലും അതിനെന്താ കുഴപ്പം, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പതിയെ പതിയെ ആ മനസ്സിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇത് 1960കളിലും 70കളിലും യൂറോപ്പിൽ നടപ്പിലാക്കപ്പെട്ട വളരെ വ്യാപകമായി ആളുകൾ ലിവിങ് ടുഗദറുകൾ സ്വീകരിച്ച ഒരു വിഷയമാണിത്. അതങ്ങനെ സ്വീകരിച്ചു, അവർ കുറച്ചു കാലം അങ്ങനെ ജീവിച്ചു. ഒരു 10-30 വർഷം അങ്ങനെ ജീവിച്ചതിന് ശേഷം അവരിൽ നിന്ന് ചില സർവേകൾ നടത്തി, ചില പഠനങ്ങൾ അവരുമായി ബന്ധപ്പെടുത്തി നടത്തി. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഹൂ ആർ മോർ ഹാപ്പി, ആരാണ് കൂടുതൽ സന്തോഷം. അൾട്ടിമേറ്റ്ലി ഇതൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ, ഭൗതിക ലോകത്തുള്ള സുഖം, സന്തോഷം ഇതിനു വേണ്ടിയിട്ടാണല്ല. എന്നിട്ട് എന്താ സംഭവിച്ചത്, കണക്കുകൾ പ്രകാരം നമുക്ക് കാണാൻ സാധിക്കും, വിവാഹബന്ധങ്ങളിലുള്ള സ്ത്രീകളും പുരുഷന്മാരുമാണ് കൂടുതൽ ഹാപ്പി, അവരാണ് കൂടുതൽ സന്തോഷവാന്മാർ. ലിവിങ് ടുഗദറിലുള്ളവർക്ക് ആ സന്തോഷം ലഭിക്കുന്നില്ല. ഇനി പോട്ടെ, സന്തോഷമൊക്കെ പോട്ടെ, ഈ വിവാഹം കൊണ്ട് ഫിസിക്കൽ അബ്യൂസ് ഉണ്ടാകും, ഗാർഹിക പീഡനം ഉണ്ടാകും എന്നുള്ളതാണല്ലോ പ്രധാന പ്രശ്നം. അടുത്ത കണക്കുകൾ നമുക്ക്, ഒരുപാട് പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, ഫിസിക്കൽ അബ്യൂസ്, ശാരീരിക പീഡനം കൂടുതലായും നടക്കുന്നത് അത് ലിവിങ് ടുഗദറിലുള്ള സ്ത്രീകളുടെ മേൽ പുരുഷന്മാരാണ്. എന്നാലോചിച്ചൊക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ലിവിങ് ടുഗദർ കൊണ്ടുവന്നത്? വിവാഹത്തിൽ പുരുഷൻ സ്ത്രീയെ പീഡിപ്പിക്കും. എന്നിട്ടോ നടന്നതിന് ശേഷം ഒരു 10-40 വർഷത്തിന് ശേഷം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നു, ലിവിങ് ടുഗദറിലാണ് സ്ത്രീകൾ കൂടുതലായി പീഡിപ്പിക്കപ്പെടുന്നത്. എന്താ കാരണം? വളരെ ലളിതമാണ്. കാരണം വിവാഹം എന്ന് പറയുമ്പം 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു യോജിപ്പാണ്. അവിടെ കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാകും. ആ സംരക്ഷണത്തിനെയും ഭേദിച്ചുകൊണ്ട് മാത്രമേ ഒരു പുരുഷന് സ്ത്രീയെ ഉപദ്രവിക്കാൻ സാധിക്കുള്ളൂ. എന്നിട്ട് ഉപദ്രവിക്കുന്നവരുണ്ട്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഒരു വിവാഹം കഴിഞ്ഞു, ഒരു ഭർത്താവ് ഒരു ഭാര്യയെ ഒന്നടിച്ചാൽ പിറ്റേന്ന് ഉപ്പയും ആങ്ങളെയും ചോദിക്കാൻ വരും. ഈ ഒരു സംരക്ഷണം, കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സംരക്ഷണം അവിടെയുണ്ട്. അതില്ലാതെയാണ് ലിവിങ് ടുഗദർ സംഭവിക്കുന്നത്. അവിടെ 2 കുടുംബങ്ങളില്ല, സമൂഹത്തിൻ്റെ സംരക്ഷണമില്ല. അവിടെ 2 ഇൻഡിവിജ്വലുകളാണ്, 2 വ്യക്തികളാണ്. ആ വ്യക്തികളിൽ പുരുഷന് ശാരീരിക ക്ഷമത അത് കൂടുതലാണ്. ആ ശാരീരിക ക്ഷമത കൂടുതലുള്ള പുരുഷൻ സ്ത്രീയെ ഉപദ്രവിക്കുന്നു. ഇത് വളരെ ലളിതമായിക്കൊണ്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇപ്പം കണക്കുകൾ പ്രകാരം തന്നെ നമുക്ക് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഡിപ്രഷൻ, വിഷാദ രോഗങ്ങൾ അത് കൂടുതലായുള്ളത് ലിവിങ് ടുഗദറിൽ ജീവിക്കുന്ന ആളുകൾക്കാണ്. അതുപോലെ തന്നെ എഫക്റ്റ് ഓൺ ചിൽഡ്രൻ, കുട്ടികളിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ കുട്ടികൾ ഉണ്ടാവുമല്ലോ, ആ കുട്ടികൾ പലപ്പോഴും കൃത്യമായ ഒരു പാരന്റിങ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ലിവിങ് ടുഗദറിൽ ജനിക്കുന്ന കുട്ടികൾ, അവർക്ക് ശാരീരികവും മാനസികവുമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പലപ്പോഴും അവർ ആൻറ്റി സോഷ്യലുകളാകുന്നു, സാമൂഹ്യ വിരുദ്ധരാകുന്നു. ഞാൻ ഇത്രയും കാര്യം ഒരുപാട് പഠനങ്ങൾ 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞു വെച്ചെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വളരെ ലളിതമായിട്ട്, അതുകൊണ്ട്
അതുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം? ആണും പെണ്ണും അവരൊരുമിച്ച് ജീവിച്ചോട്ടെ, ഇനിയിപ്പോൾ നിക്കാഹ്, വിവാഹം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പരിപാടികളൊന്നും വേണ്ടല്ലോ. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ എന്ന നിലക്ക് യൂറോപ്യർ നടപ്പിലാക്കിയ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അതിനെക്കുറിച്ച് മാത്രമുള്ള ഒരു പഠനമാണ് നമ്മളിവിടെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ആ സ്ത്രീകൾക്ക് പ്രശ്നം, അവരുടെ സന്തോഷത്തിന് പ്രശ്നം, അവരുടെ ശാരീരികമായ അക്രമങ്ങളുടെ വിഷയത്തിൽ, അതുപോലെ തന്നെ കുട്ടികളുടെ വിഷയത്തിൽ, അടുത്ത തലമുറയുടെ വിഷയത്തിൽ എല്ലാ നിലക്കും ഒരുപാട് പ്രശ്നങ്ങൾ. നമ്മൾ ലളിതമായിട്ട് ചിന്തിക്കുമ്പോൾ വിചാരിക്കും അത് ഒരു കുഴപ്പമില്ല. പക്ഷേ അത് നടന്ന് ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നു അതുകൊണ്ട് എല്ലാ നിലക്കും കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കുമ്പോൾ, നമ്മൾ പല പ്രശ്നങ്ങളുടെയും പരിഹാരം ചിന്തിക്കുമ്പോൾ നമ്മുടെ വളരെ ലളിതമായ, വളരെ പരിമിതമായ ബുദ്ധി വെച്ച് നമുക്കതിൻ്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് പ്രശ്നപരിഹാരത്തിന് 2 വഴികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ മനുഷ്യൻ അവൻ്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നു. അതിൻ്റെ പരിഹാരങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. അവിഹിതാവോ, അത് കുഴപ്പമില്ല. ലഹരി വേണോ, അത് കുഴപ്പമില്ല. വിവാഹത്തിന് മുമ്പ് പ്രസവം, അതും കുഴപ്പമില്ല. ഇനി പിന്നെ സ്വവർഗരതി, അത് കുഴപ്പമില്ല, അല്ലേ? ഇങ്ങനെയുള്ള ഏത് വിഷയം, ലിവിങ് ടുഗദർ, അത് കുഴപ്പമില്ല. ഇതൊക്കെ നമ്മുടെ പരിമിതമായ ബുദ്ധി വെച്ച് നമ്മൾ പ്രശ്നപരിഹാരം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പരിഹാരങ്ങളാണ്. എന്നാൽ ആ പരിമിതമായ ബുദ്ധി വെച്ചുകൊണ്ടുള്ള ഈ പ്രശ്നപരിഹാരങ്ങളാണോ, അതല്ല മനുഷ്യനെ പൂർണ്ണമായി അറിയുന്ന സ്രഷ്ടാവിൽ നിന്നുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പരിഹാരങ്ങളാണോ നാം സ്വീകരിക്കേണ്ടത് എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, അല്ലേ? പടച്ചോൻ അൽ അലീമാണ്, എല്ലാം അറിയുന്നവനാണ്. നമ്മെ സൃഷ്ടിച്ച, നമ്മെക്കുറിച്ച് പൂർണ്ണമായി അറിയുന്ന, നമ്മുടെ വിചാരങ്ങൾ അറിയുന്ന, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച, തൊഴിലാളിയെയും മുതലാളിയെയും സൃഷ്ടിച്ചിട്ടുള്ള, ദരിദ്രനെയും പണക്കാരനെയും സൃഷ്ടിച്ചിട്ടുള്ള എല്ലാവരെക്കുറിച്ചും എല്ലാത്തിനെ പറ്റിയും പരിപൂർണമായി അറിയുന്ന പടച്ചവനിൽ നിന്നുള്ള ഒരു പരിഹാരം വന്നാൽ, അള്ളാന്റെ അടുത്ത് നിന്നുള്ള മാർഗനിർദ്ദേശം ഏത് വിഷയത്തിലാകട്ടെ അത് വന്നാൽ അത് സ്വീകരിക്കുക എന്നതാണ് യുക്തി. അത് പരിപൂർണമായി ഉൾക്കൊള്ളുക എന്നതാണ് യുക്തി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ പരിമിതമായ യുക്തി വെച്ച്, പരിമിതമായ ആലോചനകൾ വെച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ നമുക്ക് ദോഷകരമായേക്കാം. അതാണ് ആദ്യം മോദി വെച്ച ആയത്ത്. അതിൻ്റെ അർത്ഥം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ വെറുക്കുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഗുണകരമായേക്കാം. നിങ്ങൾ പല കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടാവും, അതങ്ങനെ ആയപ്പോൾ എന്താ കുഴപ്പം? അതിലൊക്കെ കുറച്ചൊന്ന് ലളിതമാക്കിക്കൂടെ, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് അനുവദിച്ചുകൂടെ, അതൊക്കെ ഹറാമാന്ന് പറയാൻ നിൽക്കണോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ പരിമിതമായ യുക്തി വെച്ച് നമുക്ക് തോന്നിയേക്കാം. വഹുവ ശർറുല്ലക്കും, അത് നിങ്ങൾക്ക് ശരിക്കും ദോഷകരമായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹു ആണ് എല്ലാം അറിയുന്നവൻ. നമ്മുടെ അറിവിനും ചിന്തക്കും പരിമിതികളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിമിതികളില്ലാത്ത പടച്ച തമ്പുരാനിൽ പരിപൂർണമായി സമർപ്പിക്കാൻ, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്, ഞാൻ സമർപ്പിച്ചവരിൽപ്പെട്ടവനാണ് എന്ന് അഭിമാനത്തോടുകൂടി പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് കുടുംബത്തിലും സമൂഹത്തിലും സന്തോഷകരമായൊരു ജീവിതം നമുക്ക് സാധ്യമാവുക എന്ന് മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.